പ്രതിപക്ഷം നിലപാട് കടുപ്പിക്കുകയാണ്, ഭരണപക്ഷത്തിനെതിരെ രാഷ്ട്രീയ ആയുധമാക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങളുമായി അൻഫിലിറ്റ് ഡിസൂസ ചേരുന്നുണ്ട്. അൻഫിലിറ്റ്, മദ്യനികുതിയിലും അദാനി ഓഹരി കൈമാറ്റത്തിലും പ്രതിപക്ഷത്തെയും സ്വന്തം പാർട്ടിയെയും ഒരുപോലെ നേരിടേണ്ടി വരികയാണ് മുഖ്യമന്ത്രി വി ഡി സതീശന്. അദാനി വിഷയത്തിൽ പ്രതിപക്ഷത്തെക്കാൾ ഏറെ സമ്മർദ്ദം പാർട്ടിയിൽ നിന്ന് ഉയരുന്നുണ്ട്. ഇന്ന് നമ്മൾ കണ്ടതാണ്. തീരുമാനങ്ങൾ പാർട്ടിയിൽ ചർച്ച ചെയ്യണമെന്ന ആവശ്യം ഒരു ഭാഗത്ത് ഉയരുന്നു. എന്നാൽ ഫയലുകൾ KPCC ഓഫീസിൽ കൊണ്ടുവരില്ല എന്ന് നിയമസഭയിൽ പ്രതിപക്ഷത്തെ വിമർശിച്ച് പ്രസ്താവിച്ച വി ഡി സതീശൻ എന്ത് നിലപാട് സ്വീകരിക്കും ഈ കാര്യങ്ങളിലടക്കം എന്നൊക്കെയാണ് ഇനി അറിയേണ്ടത്. തീർച്ചയായും വിവിധ വിഷയങ്ങളിൽ പ്രത്യേകിച്ച് നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മുഖ്യമന്ത്രി ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കുന്നു എന്നൊരു വിഷയം, ആ വിഷയം വലിയ രീതിയിൽ വിവാദമാവുകയൊക്കെ ചെയ്യുമ്പോൾ അത് പ്രതിപക്ഷത്തിൽ നിന്നുള്ള സമ്മർദ്ദവും ഒപ്പം തന്നെ സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള സമ്മർദ്ദവും ഒരുപോലെ ഏറ്റുവാങ്ങുകയാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തിന് ഏറ്റുവാങ്ങുന്ന ഒരു വിമർശനം എന്ന് പറയുന്നത് ഏകപക്ഷീയമായ തീരുമാനങ്ങൾ നടപ്പാക്കുന്നു. അതുകൊണ്ട് തന്നെ സുപ്രധാനമായ തീരുമാനങ്ങൾ നടപ്പാക്കുമ്പോൾ പാർട്ടിയുമായി കൂടിയാലോചന കൃത്യമായി ഉണ്ടാകണം. ഇത് ആവശ്യപ്പെട്ടാണ് പാർട്ടി ജനറൽ സെക്രട്ടറി KPCC ജനറൽ സെക്രട്ടറി തന്നെ KPCC അധ്യക്ഷന് കത്ത് നൽകുന്നു. ഈ കത്തിൽ അടിയന്തരമായി KPCC ഭാരവാഹി യോഗം വിളിച്ചു ചേരണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് കത്ത്. ഉറപ്പായി നമുക്കറിയാം, കത്ത് നൽകിയ വ്യക്തി കത്ത് നൽകിയ KPCC ജനറൽ സെക്രട്ടറി MR അഭിലാഷ് KC വേണുഗോപാൽ പക്ഷവുമായി ചേർന്ന് നിൽക്കുന്ന നേതാവ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് KC പക്ഷം വലിയ രീതിയിൽ തന്നെ ഒരു വിമർശനം ഉന്നയിക്കുന്നു. വിവിധ വിഷയങ്ങൾ, അത് നികുതി ഘടനയുടെ വിഷയത്തിലായാൽ പോലും നമുക്കറിയാം എക്സൈസ് മന്ത്രി M ലിജു പോലും പല ഘട്ടങ്ങളിൽ ആ വിയോജിപ്പും ആ പരസ്യമായുള്ള പ്രതിഷേധവും ഒക്കെ പല ഘട്ടങ്ങളിൽ അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ തന്നെ മന്ത്രിസഭയിൽ എടുത്ത തീരുമാനം, മുഖ്യമന്ത്രി എടുത്ത തീരുമാനം, മന്ത്രിസഭാ തീരുമാനം അംഗീകരിക്കുന്നു എന്ന നിലപാടൊക്കെ തന്നെയാണ് ഉണ്ടാകുന്നത്. ഇതിൽ പ്രധാനമായും മുഖ്യമന്ത്രി പ്രതികൂട്ടിലാകുന്ന നികുതി ഘടനയുടെ തീരുമാനത്തിലും ഒപ്പം വിഴിഞ്ഞം അദാനി വിഷയത്തിലുമൊക്കെയാണ്. പ്രതിപക്ഷ നികുതി ഘടനയിലെ വിഷയത്തിലൊക്കെ തന്നെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിൽ അദ്ദേഹത്തിന് മദ്യനയം സർക്കാർ UDF ചർച്ച ചെയ്ത് തീരുമാനിച്ചാൽ മാത്രമേ വിൽപ്പന നടത്താൻ സാധ്യമാവുകയുള്ളൂ എന്ന് ആവർത്തിച്ച് പറയുകയും പ്രതിപക്ഷത്തെ അദ്ദേഹത്തിന് പ്രതിരോധിക്കാം. ഒപ്പം വിഴിഞ്ഞം വിഷയത്തിലായാലും ഇപ്പോൾ ഒരു ഉന്നതാധികാര സമിതി തീരുമാനിച്ചിട്ടുണ്ട്. അതിനുശേഷം അനുമതി കൊടുക്കുന്നത് വളരെ കരുതലോട് ജാഗ്രത, ഉടനടി അനുമതി കൊടുക്കുന്നില്ല എന്നൊക്കെ അദ്ദേഹത്തിന് പറഞ്ഞ് പ്രതിപക്ഷത്തെ നിശബ്ദമാക്കാം. പക്ഷേ പാർട്ടിക്കുള്ളിൽ നിന്ന് ഉയരുന്ന ശബ്ദങ്ങൾ അദ്ദേഹം എങ്ങനെ നേരിടുമെന്നാണ് അറിയേണ്ടത്. കാരണം അങ്ങനെ മുട്ടുമടക്കാൻ, അങ്ങനെ പിന്തിരിയാനോ തയ്യാറാകുന്ന ഒരു വ്യക്തിയായിട്ടല്ല നമുക്കിപ്പോൾ മുഖ്യമന്ത്രി ആയതിനു ശേഷം വി ഡി സതീശനെ കാണാൻ കഴിയുന്നത്. തുടക്കത്തിലൊക്കെ അദ്ദേഹം നിലപാടെടുക്കുമ്പോൾ തെറ്റിതിരുത്താനൊക്കെ, പ്രത്യേകിച്ച് ഗവൺമെന്റ് ലീഡർ നിയമനത്തിലൊക്കെ അങ്ങനെയാണ് അദ്ദേഹം നിലപാടൊക്കെ എടുത്തിരുന്നത്. പക്ഷേ അതിനുശേഷം വരുന്ന പല വിഷയങ്ങളും അദ്ദേഹം പിന്നോട്ട് പോകുന്നില്ല, പ്രത്യേകിച്ച് നികുതി ഘടനയിലെ വിഷയത്തിലൊക്കെ തന്നെയും. അങ്ങനെ ഏകപക്ഷീയമായ തീരുമാനമെടുക്കുന്ന എന്നൊരു വിമർശനം വരുമ്പോൾ എങ്ങനെ മുഖ്യമന്ത്രി അതിനെ നിലപാട് സ്വീകരിക്കും, എങ്ങനെ അതിൽ സ്വന്തം പാർട്ടിയിൽ അദ്ദേഹം എങ്ങനെയാകും ആ എതിർ സ്വരങ്ങളെ നേരിടുക എന്നതൊക്കെ വളരെ പ്രധാനം തന്നെയാണ്. പ്രത്യേകിച്ച് നിയമസഭയിൽ അദ്ദേഹം ഈ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് പാർട്ടി ഫയലുകളൊക്കെ തന്നെ AK സെന്റർ വഴിയായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത് എന്ന് പറയുന്നു. അങ്ങനെ ഒരു സർക്കാരല്ല UDF. പാർട്ടി ഇവിടുത്തെ ഫയലുകളൊന്നും തന്നെ KPCC ഓഫീസിൽ കൊണ്ടുപോകുകയില്ല എന്ന് നിയമസഭയിൽ പറഞ്ഞ പ്രതിപക്ഷത്തിന് നേരെ വിമർശിച്ച മുഖ്യമന്ത്രി വി ഡി സതീശൻ അത് സ്വന്തം അനുയായികൾക്ക് കൂടി നൽകിയ ഒരു മറുപടിയാണ്. അതുകൊണ്ട് തന്നെ വി ഡി സതീശൻ ഈ ഒരു വിഷയത്തിൽ KPCC ഇങ്ങനെ ആവശ്യം വരുമ്പോൾ അത് എങ്ങനെയാകും രാഷ്ട്രീയമായി നേരിടുക എന്നൊരു ചോദ്യം തന്നെയാകും. എന്തായാലും വരും ദിവസങ്ങൾ സംസ്ഥാനത്ത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഏറെ നിർണായകം തന്നെയാണ്. അമ്പിളി.